നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് മൂന്നാർ വട്ടവടയിൽ നിന്നും പഴത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. വട്ടവടയിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ അതിമനോഹരമായ സ്ഥലത്തേക്ക് എത്തിച്ചേരാം. വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗിയുള്ള സ്ഥലമാണ്. ഈ പഴത്തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വട്ടവട പഞ്ചായത്ത് മുഴുവൻ നമുക്കിവിടെ നിന്നും നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടും. ഏതായാലും നമുക്കതൊക്കെ ഒന്ന് കാണാം. വട്ടവടയിൽ നിന്നും പഴത്തോട്ടത്തേക്ക് ജീപ്പ് സവാരിയുണ്ട്. ഏകദേശം 2500 രൂപയാണ് ഒരു ജീപ്പ് സവാരിക്ക് ഇവിടെ വരെ കൊണ്ട് ഒരു 10 മിനിറ്റ് കാണിച്ച് തിരിച്ചു കൊണ്ടുവിടുന്നതിന്. അതിൽ 7-8 പേര് കയറും ആ ജീപ്പിൽ. അങ്ങനെയാണ് അവിടുത്തെ ജീപ്പ് സവാരി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വട്ടവട ഗ്രാമം പൂർണ്ണമായും നമുക്ക് മഞ്ഞില്ലെങ്കിൽ കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വാസ്തവം. കാര്യം മഞ്ഞ് വന്നു കഴിഞ്ഞാൽ താഴത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ മഞ്ഞ് വന്നാൽ അതിൻ്റേതായ ഒരു വൈബ് വേറെ തന്നെയാണ്. മഞ്ഞില്ലാതിരുന്നു കഴിഞ്ഞാൽ അത് വേറൊരു അനുഭവം തന്നെയാണ്. കാര്യം 100-150ഓളം വീടുകളുള്ള ഒരു ഗ്രാമം തന്നെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ താമസിച്ച ടെൻറ്റ് സ്റ്റേ ആണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻറ്റുകളാണ്. 50ഓളം ആൾക്കാർ വന്നാൽ പോലും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻറ്റുകളുണ്ട്. പിന്നെ ഒരു വലിയ ക്യാബിനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ ക്യാബിനിൽ ഏകദേശം ഒരു 10 പേരോളം കിടക്കും. അതല്ലാതെ തന്നെ ടെൻറ്റുകളും പിന്നെ ഒരു ഫുഡ് ഹൗസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനി മെക്സിക്കോ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം തങ്ങുന്നതിന് ഫുഡ് ഉൾപ്പെടെ 1500 രൂപയാണ്. അതിനകത്ത് ലഞ്ചും ഡിന്നറും ഉൾപ്പെടും 1500 രൂപയിൽ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നമുക്ക് 15ഓളം പേർക്ക് ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സംവിധാനം അവരിവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നല്ലൊരു ഫുൾ വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. കാരണം എവിടെ നിന്ന് നോക്കിയാലും ഒരു നല്ല വ്യൂ ആണ്. ഈ മിനി മെക്സിക്കോ എന്ന് പറയുന്ന ടെൻറ്റ് സ്റ്റേയുടെ ഏത് സ്ഥലത്ത് നിന്ന് നോക്കിയാലും നല്ലൊരു വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ പോലും നമ്മളോട് നല്ല ഇടപെടലും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല ഫുഡാണ്. അതുകൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളും ഇവിടെ ഇല്ല. പിന്നെ പ്രൈവസിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. നല്ല രീതിയിലുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണ് ഈ മിനി മെക്സിക്കോ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ, അതായത് ഈ ഡൈനിങ് ഹാളിൻ്റെ മുകളിലത്തെ നിലയിലാണ് ക്യാബിനുള്ളത്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം വുഡാണ്. ഈ വുഡിലാണ് ഇതെല്ലാം തീർത്തിരിക്കുന്നത്. ഇതുവഴി മേലോട്ട് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഈ റൂമിൽ ഒരു ക്യാബിനാണിത്. ഇതിൽ ഏകദേശം ഒരു 10 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതായത് കിടക്കാനുള്ള ബെഡും ബ്ലാങ്കറ്റും ഒക്കെ ഒരു സെറ്റിയും ഒക്കെ ആയിട്ട് നല്ല വൃത്തിയുള്ളൊരു ക്യാബിൻ തന്നെയാണിത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുറത്തെ വ്യൂ നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയും. അതായത് ഈ നമ്മുടെ ഈ മിനി മെക്സിക്കോയുടെ എവിടെ നിന്ന് നോക്കിയാലും നല്ല മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ടെൻറ്റിലായിരുന്നു സ്റ്റേ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ നിന്ന് ടെൻറ്റിൽ നിന്ന് രാവിലത്തെ ഉള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായ വ്യൂ ആണ്. അതിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ.
ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വട്ടവടയിലെ വില്ലേജിൻ്റെ ഒരു 90% നമുക്ക് ഈ പഴത്തോട്ടത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഉണ്ട് ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ മൂന്നാർ വരുന്നവർ വട്ടവട മിസ്സാക്കരുത്. വട്ടവട പഴന്തോട്ടമൊക്കെ വന്നൊന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും.